വെഡിംഗ് കാസിൽ മൈലാഞ്ചി മൊഞ്ച് പവേർഡ് ബൈ യു ഓഫ് ക്ലബ്. അറബിക് ഒപ്പന മത്സരത്തിൽ പങ്കെടുക്കാനെത്തുന്നു ടീം ഖമർ. رايعة وجميلة ألفية لولالا حب وهرا يا هيبة هي جنها مسهرية أرض الورى رقية دار السلام كل العراق 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 والي 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 يا والا والي يا بيت كل العراق كل العراق كل العراق كل العراق الشمال العالي يبقى شام فعالي يسبق الجبالي كاك الدماء والبسطات قريبة والهردية خبيبة والبابا جيدة باسم العراق كل العراق كل العراق كل العراق كل العراق والجنوب وافي والنهر أوافي يا قلب حسابي يا العراق بكل هلا وصحاك واملنا سوج علي قلنا ريمي سلام كل زاهية وهكوبة ونادرة وطيوبة بها كل غضوبة هالجوها دايما يا دلادي يا جرات استادي يا رميز بغدادي يعاش العراق كل العراق كل العراق كل العراق كل العراق إشار النوابر بشر الهواتور دير ما يهابر دار السلام يا بداية سيري مصيرك مصيري بالهكا قميري لخل العراق خيرام كل العراق 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 كل الكلام كل العراق كل അടിപൊളി ടീം ഖമർ, പൊളിച്ചു നിങ്ങൾ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ജഡ്ജസിന്റെ കമന്റ്സ് എന്തൊക്കെയാണെന്ന്.
അപ്പോ അഷ്റഫ് ക എന്താണ് പറയാനുള്ളത്? ടീം കമർ ഇതിന് ഞാൻ കമാൻഡ് പറയില്ല. കാരണം ഇത് എന്തുകൊണ്ട് ഒരു മെയിൽ വോയിസ് പാടി, ഫീമെയിൽ പെൺകുട്ടികൾക്ക് പെൺകുട്ടികളും ആൺകുട്ടികൾക്ക് ആൺകുട്ടികളുമാണ് പാടേണ്ടത്. ഇതുവരെ വന്നതൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ ഇതിപ്പോൾ മെയിൽ വോയിസാണ് പാടിയത്. അതെന്താണെന്നൊന്ന് അവർ പറയട്ടെ. ഫീമെയിൽ ആയിരുന്നു പാടിക്കൊണ്ടിരുന്നത്. ഷൂട്ട് അടിപ്പിച്ചവർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് ഹോസ്പിറ്റൽ കേസാണെങ്കിൽ പെട്ടെന്ന് ഈ പാട്ടൊന്ന് പഠിച്ചെടുക്കണ്ടേ, ഷൂട്ട് എടുത്തും ചെയ്തു. പിന്നെ അറിയണ ഒരാളെ മെയിലിനെ പിടിച്ചു. ഓക്കെ. അപ്പോൾ ഹോസ്പിറ്റൽ കേസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടായതാണോ അതോ? ആ പെട്ടെന്നുണ്ടായത്, അവർക്ക് വരാൻ പറ്റില്ല എന്നവർ തീർത്തു പറഞ്ഞു. അതൊഴിവാക്കിയാൽ വളരെ നന്നായിരുന്നു. നല്ല കളിയായിരുന്നു. അതുപോലെ തന്നെ പാട്ടും ബൈബ മുദിയല എന്ന ഏറ്റവും പോപ്പുലറായ പാട്ടാണ്. അത് വളരെ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഞാൻ കമന്റൊന്നുമല്ല, ഞാൻ ഇങ്ങനെ ഇവരുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കാണ്. എന്ത് രസാണ്. ഇതുവരെ വന്നൊരു ഫേസ് ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു ഹിജാബ് ധരിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു മൊഞ്ച് വന്നിട്ടുണ്ട്. ഡ്രസ്സിങ് ആണെങ്കിലും അടിപൊളി ഡ്രസ്സിങ്. ഈ ഒരു അറബിക് ഒപ്പനയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള നല്ല ഭംഗിയുള്ള കളർ, നല്ല എന്താ പറയുക അടിപൊളി ഡ്രസ്സിങ് ആണ്. സിംഗിങ് ഒന്നൊന്നര സിംഗിങ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ചിലപ്പോൾ ഭാഗ്യമായിരിക്കും ആ ഫീമെയിൽ സിംഗറിന് വരാൻ പറ്റാണ്ടിരുന്നത്. കാരണം എന്താ പറയുക, ചിലപ്പം ഫീമെയിൽ പാടിയ ചിലപ്പോൾ ഇത്രത്തോളം എത്തുമായിരിക്കില്ല. കാരണം അത്രക്കും മനോഹരമായിട്ട് പാടി. പേരെന്തായിരുന്നു? യാഷിക്. യാഷിക്. പാടാറുണ്ടോ മുന്നേ? ഞാൻ ഇത്തൻ്റെ പട്ടർമാലില് വിന്നറാണ്. ആണോ? ഓ ഓക്കെ. നല്ല കഴിവുള്ള സിംഗറാണ് കേട്ടോ. നന്നായിട്ട് പാടുന്നുണ്ട്. വോയിസ് ആണെങ്കിൽ നല്ല ഡെപ്ത് ഉള്ള വോയിസ് ആണ്. നന്നായിട്ട് പാടി. കോറസും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. എല്ലാവരും നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചെയ്തു. നല്ല എനർജറ്റിക് ആയിരുന്നു. പ്രത്യേകിച്ച് സെൻറ്ററിൽ നിൽക്കുന്ന ആളെയാണ് എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ തോന്നിയത്. മൊത്തത്തിൽ ഭയങ്കര കളർഫുള്ളായിരുന്നു. താങ്ക് യു മാം. ഹബീബ് മാഷ് കിടിലോൾ കിടിലം വെട്ടിക്കെട്ട് എന്നൊക്കെ പറയാം. ആരും ഒന്നൊന്നിനോട് ബെറ്റർ ആയിരുന്നു. ആരെ നോക്കണം എന്ന് കൺഫ്യൂഷൻ ആയി. അല്ലെങ്കിൽ എല്ലാം നല്ലതാവുമ്പോ നമുക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ. നല്ല കളർഫുൾ ആയിരുന്നു. ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് മൊത്തത്തിൽ. ഇപ്പോൾ യാഷിക്ക് എൻ്റെ നാട്ടുകാരനാണ്. ഇവിടെ പെട്ടെന്ന് എത്തിയത് ഞാൻ തന്നെ. എങ്ങനെയപ്പോൾ ഇയാളിതിൽ വന്നതെന്ന് ഇവിടെ ഫ്ലോറിൽ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലായിരുന്നു നമ്മളെ ലിസ്റ്റിനകത്ത്. പക്ഷെ ഇപ്പോൾ സജ്ല പറഞ്ഞ പോലെ ഒരു ഫീമെയിൽ പാടിയാൽ ഇത്ര തന്നെ എത്തുമോ എനിക്കറിയില്ല. അതിമനോഹരമായിട്ട് പാടി. പാട്ട് ശ്രദ്ധിക്കണതോ കളി ശ്രദ്ധിക്കണോ എന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ വീണ്ടും മണവാട്ടിനെ തന്നെയാണ് പറയുന്നത്. കണ്ണിലൊക്കെ എന്താ വശ്യത. ചില ഒന്ന് രണ്ട് ഗിറ്റാർ പീസിൽ നല്ല ഭംഗിയുള്ള ഒന്ന് രണ്ട് സാധനം വന്നു. അതിന് കറങ്ങി വന്ന ഒന്ന് രണ്ട് ടൈമിങ് അസാധ്യമായിരുന്നു. ടൈമിങ് കറക്റ്റ് ആയിരുന്നു. നല്ല എന്താ പറയാ, വീണ്ടും വീണ്ടും അത് ഇങ്ങനെ കണ്ണെന്ന് മായാതെ മനസ്സിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതെ 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 അതെ. ഒരു അറേബ്യൻ മണലാരണ്യത്തിൽ നിന്ന് അടിച്ചു വീശിയ കാറ്റിന്റെ സുഗന്ധം ഒക്കെ കൂടെ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് തന്നെ നല്ല സുഖമുണ്ട് കാണാൻ. കണ്ണിനും കാതിനും കരളിനൊക്കെ ഒരുപാട് സുഖം. ഒക്കെ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം നിങ്ങളെ. എനിക്കും അത് തന്നെയാണ് തോന്നിയത്. ഞാൻ അവിടെ ഇരുന്ന് കാണുമ്പോൾ ഇയാളുടെ കണ്ണ് നല്ല രസമുള്ള നല്ല എക്സ്പ്രഷനാണ്. പിന്നെ നല്ല ആറ്റിറ്റ്യൂഡ്. എല്ലാവരും കേട്ടോ. അതുപോലെ എല്ലാവരെയും കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അതുപോലെ മോളായിരുന്നില്ലേ ഫ്രണ്ടിൽ തുടക്കത്തിൽ വന്നിട്ട് ആ വേവ്സ് ചെയ്തിട്ട് തിരിഞ്ഞ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ബോഡി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ടൈമിങ്ങിനൊക്കെ. അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലാതെ നന്നായിട്ട് ചെയ്തു. എല്ലാവരും നന്നായിട്ട് ചെയ്തു. അപ്പം നമുക്ക് ഗ്രേഡ് അറിയണ്ടേ? ചോദിക്കട്ടെ ഹബീബ് മാഷേ, എന്താണ് നമ്മളെ ഈ ടീം? എന്തായാലും കുറയില്ലെന്ന് അവർക്കറിയാം. ഓക്കെ, A+. താങ്ക് യു സർ. നമ്മളെ മാർക്കിൽ ഈ ഒരു പ്രശ്നം പാട്ട് വലിയൊരു ഇതായിട്ട് കൊടുക്കണില്ല. കാരണം ജെനുവനായിട്ടുള്ള റീസണാണ് പറഞ്ഞത്. അതുകൊണ്ട് A+. താങ്ക് യു മാം. അഷ്റഫ് ഖാൻ? ഞാനും A+. താങ്ക് യു സർ. ഇത് എനിക്കും കണ്ടപ്പോൾ ഉറപ്പായിരുന്നു എന്തായാലും A+ ആണ് കിട്ടുക. പിന്നെ ഞാനല്ലല്ലോ ഇത് ആധികാരികമായിട്ട് പറയേണ്ട ആളല്ലേ, അവരല്ലേ പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഓവറോൾ പെർഫോമൻസിൻ്റെ ഓവറോൾ മാർക്ക് നമുക്കറിയണം.
7. 7 out of 10. അപ്പൊ ഇനി നന്നായിട്ട് പെർഫോം ചെയ്യാം. ഇപ്പൊ എല്ലാവർക്കും നല്ല കമന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നന്നായിട്ട് പെർഫോം